യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1599 ജൂൺ 20 മുതൽ 26 വരെ കൊച്ചിക്കടുത്തുള്ള ഉദയംപേരൂർ ഗ്രാമത്തിൽ വച്ച് നടത്തപ്പെട്ട സൂനകദോസിൻ്റെ 425 വാർഷികമാണ് നാം ഇവിടെ അനുസ്മരിക്കുക. പോർച്ചുഗീസ് ഭരണാധികാരികളിൽ ശ്രദ്ധേയനായ അൽഫോൻസോ ഡി അൽബുക്കർക്ക് ഗവർണറായി കൊച്ചിയിലെത്തിയ ശേഷം ആദ്യമായി ചെയ്തത് ഇവിടെ കണ്ട സതി എന്ന അതിക്രൂരമായ ആചാര അനുഷ്ഠാനം കൊച്ചി രാജാവിൻ്റെ അനുവാദത്തോടെ നിരോധിക്കുകയായിരുന്നു. ഉടന്തടിച്ചാട്ടം എന്നുകൂടി അറിയപ്പെട്ടിരുന്ന സതി അനുഷ്ഠാനം 1503 സെപ്റ്റംബർ 2 അൽബുക്കർക്ക് നിരോധിച്ചുകൊണ്ട് കേരള നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് എങ്കിൽ രണ്ടാം നവോത്ഥാന ശ്രമം നടത്തുന്നതും അദ്ദേഹം തന്നെയായിരുന്നു. പഴയ ഗലീഷ്യൻ പോർച്ചുഗീസ് പദവും ലാറ്റിൻ ഗ്രീക്ക് മിശ്രിതവുമായ ഇസ്കോള എന്ന പേരിലാണ് 1510 കൊച്ചിയിൽ ആരംഭിച്ച പ്രൈമറി സ്കൂൾ അറിയപ്പെട്ടത്. 400-ൽ-അധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന, അതും എല്ലാ ജാതികളിലുമുള്ള എല്ലാ വർഗങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഈ പാഠശാല അറിയപ്പെട്ടിരുന്നത് എസ്കോള ഡി സാങ്ത മരിയ എന്നതായിരുന്നു എന്നതും ഓർക്കുക. ഈ 2 ശ്രമങ്ങൾക്കും ശേഷം ഒരു നവോത്ഥാന ശ്രമം നടക്കുന്നത് ഉദയംപേരൂർ സൂനകദോസിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്രകാരം നടത്തപ്പെട്ട നവോത്ഥാന ശ്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് വിദേശികളായിരുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഇവരെ വിസ്മരിച്ചും തമസ്കരിച്ചും തിരസ്കരിച്ചുമൊക്കെ നവോത്ഥാന ചരിത്രം രചിക്കുന്ന രീതിയാണ് കേരളത്തിൽ നാം കാണുക. ഇത് ഏറെ ദുഃഖകരമെന്നല്ലാതെ എന്തു പറയുവാനാണ്. ചരിത്ര സത്യങ്ങൾ ചില സങ്കുചിത താല്പര്യങ്ങളാൽ മറച്ചു പിടിക്കുന്നത് ഭാവി തലമുറകളോട് ചെയ്യുന്ന മഹാപാതകമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര രൂപതാധ്യക്ഷനും ചരിത്ര പണ്ഡിതനും നലം തികഞ്ഞ പ്രഭാഷകനുമൊക്കെയായ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവിനെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയം അവതരിപ്പിക്കുന്നതിനും ഈ പ്രഭാഷണം ശ്രവിക്കുന്നതിനും വിലയിരുത്തുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഒക്കെയായി പ്രിയ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ കേരള സാംസ്കാരിക പൈതൃകത്തിനും ക്രൈസ്തവ സഭാ ചരിത്രത്തിനും മറക്കാനാവാത്ത ചരിത്ര സംഭവമായി ഉദയംപേരൂർ സൂനകദോസ് നിലകൊള്ളുന്നു. 1599 ജൂൺ 20 മുതൽ 26 വരെ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഗോവൻ മെത്രാപ്പൊലീത്ത അലക്സിസ് ദി മെനേസിസ് ഉദയംപേരൂർ പള്ളിയിൽ വിളിച്ചുമുട്ടിയ സൂനകദോസാണ് പിൽക്കാലത്ത് ഉദയംപേരൂർ സൂനകദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിവിധ നാട്ടുരാജ്യങ്ങളിലായി കഴിഞ്ഞിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ 133 വൈദികരും 20 ഡീക്കന്മാരും ഇടവകളിലെ 660 പ്രതിനിധികളും ഉൾപ്പെടെ 813 തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സൂനകദോസിൽ പങ്കെടുത്തത്. കൂടാതെ സാമൂഹിക ആചാരങ്ങളുടെ ഡിഗ്രികളുടെ ചർച്ചയിൽ 4 അൽമായ പ്രമുഖരെ പങ്കെടുപ്പിക്കുകയുണ്ടായി. അവരെല്ലാവരും 7 ദിവസത്തോളം ഒരുമിച്ച് താമസിച്ച് സഭാപരവും സാമൂഹ്യപരവുമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. സൂനകദോസ് ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പ് ആർച്ച് ഡീക്കനായ കുരിശിന്റെ ജോർജിന്റെയും സഭയിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായ 8 വൈദികരുടെയും മുമ്പാകെ
വെനസിസ് മെത്രാപ്പൊലീത്ത തയ്യാറാക്കിയിരുന്ന ഡിഗ്രികൾ വായിച്ചു കേൾപ്പിച്ചു. തുടർന്ന് മലയാളത്തിലുള്ള 200ഓളം ഡിഗ്രികൾ പാസാക്കി ഒപ്പുവെച്ചു. പ്രത്യേകം നിയോഗിതരായവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തിയതായി അന്റോണിയോ ഡി ഗുവയ 1606 പ്രസിദ്ധീകരിച്ച ജോർണാദയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുനോദോസിന് ശേഷം അങ്കമാലി രൂപതയുടെ മെത്രാനായി സ്ഥാനമേറ്റ അഭിനയ ഫ്രാൻസിസ് റോസ് എസ് ജെ പിതാവിന്റെ ഇന്ത്യയിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ നടപടിക്രമം എന്ന നിയമാവലിയിലൂടെയാണ് ഉദയംപേരൂർ സുനോദോസിന്റെ കാനോനുകൾ ഫലപ്രദം വിധം പ്രാബല്യത്തിൽ വന്നത്. സുനോദോസിലെ തീരുമാനങ്ങൾ മാർത്തോമ ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്നതാണെങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ ചിന്തയിലും ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും മാറ്റത്തിന്റെ ശക്തമായ അടയാളങ്ങൾ ഉണ്ടായി. ആയോധന പരിശീലന കളരികളും ഗുരുകുല വിദ്യാഭ്യാസ മാതൃകയിൽ ആശാൻ കളരികൾ നടത്തുന്നവരും ആയുർവേദ ചികിത്സാരംഗത്തെ പ്രഗത്ഭരും വർത്തക പ്രമാണികളും കാർഷിക രംഗത്തും സുഗന്ധ വ്യഞ്ജന നാണ്യവിളകളുടെ വ്യാപാരത്തിലും മുൻപന്തിയിൽ നിന്നിരുന്നവരുമായ മാർത്തോമ നസ്രാണികളുടെ ജീവിതത്തിൽ ഉദയംപേരൂർ സുനോദോസിന് ശേഷം സ്വീകരിച്ച നവീന ജീവിത രീതികൾ കേരള സമൂഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവശാസ്ത്ര നിലപാടുകൾ നോക്കുമ്പോൾ ഉദയംപേരൂർ സുനോദോസിന്റെ തീരുമാനങ്ങൾ കാനോനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 200 കാനോനുകൾ പാസാക്കപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസവും ആരാധനയും കൂദാശകളും സംബന്ധിച്ചുള്ളവയാണ്. 20 കാനോനുകൾ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമിച്ചുള്ളവയും അതിൽ നിന്ന് തന്നെ സഭാസംബന്ധിയായ പ്രത്യാഘാതങ്ങൾ ഏറെയെന്ന് മനസ്സിലാക്കണം. സുനോദോസിന്റെ 5ാം ദിവസമായ ജൂൺ 24-ന് സ്നാപയോഹന്നാന്റെ തിരുനാൾ ദിവസമാണ് നിരവധി ശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്തത്. പരിശുദ്ധ ത്രിത്വം, കർത്താവിന്റെ തിരുവവതാരം, കന്യകാമറിയത്തിന്റെ ദിവ്യ മാതൃത്വം, ആദ്യ പാപം, ശുദ്ധീകരണ സ്ഥലം, വിശുദ്ധരുടെ മാധ്യസ്ഥം എന്നിവ അന്ന് പരിഗണിക്കപ്പെട്ടു. ഈ അവസരത്തിലാണ് നെസ്തോറിയൻ പാഷണ്ഡതയെ ഉപേക്ഷിക്കുന്ന പ്രതിജ്ഞ രേഖകളിൽ ചേർത്തത്. കൂടാതെ നെസ്തോറിയസ്, മൊബ്സുവസ്തിയായിലെ തിയഡോറ്, താർസിസിലെ ദിയോഡോറസ് മുതലായവരെ കുറിച്ചുള്ള ഭാഗങ്ങൾ പ്രാർത്ഥനകളിൽ നിന്ന് നീക്കം ചെയ്തു. ഇത്തരം പുസ്തകങ്ങൾ നശിപ്പിക്കുവാനും തീരുമാനമായി. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായിരുന്ന നെസ്തോറിയസിന്റെ പേരിൽ അറിയപ്പെടുന്ന അബദ്ധ സിദ്ധാന്തമാണ് നെസ്തോറിയനിസം. യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടെന്നും പരിശുദ്ധ മറിയം മനുഷ്യരായ യേശുവിന്റെ മാത്രം അമ്മയാണെന്നും ദൈവമായ യേശുവിന്റെ അമ്മയല്ലെന്നുമുള്ള വാദമാണ് നെസ്തോറിയനിസം. മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കരുതെന്നും യേശുവിന്റെ മാതാവെന്ന് മാത്രമേ വിളിക്കാവൂ എന്നും ഈ സിദ്ധാന്തം പഠിപ്പിക്കുന്നു. AD 431 എഫെസോസ് സുനോദോസിൽ വെച്ച് ഈ അബദ്ധ സിദ്ധാന്തം സഭ ഔദ്യോഗികമായി തിരസ്കരിച്ചു. പേർഷ്യൻ മെത്രാന്മാരായി നൂറ്റാണ്ടുകളുമായുള്ള ബന്ധം നിലനിന്ന പശ്ചാത്തലത്തിൽ കേരള സഭ നെസ്തോറിയൻ ഭാഷണ്ഡതയിൽ ബോധപൂർവം അല്ലെങ്കിൽ കൂടി അകപ്പെടുവാൻ കാരണമായി. പൗരസ്ത്യ തിരുസംഘത്തിന് തലവനായിരുന്ന കാർഡിനൽ ടിസറാങ്ങിന്റെ വീക്ഷണത്തിൽ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ശരിയായ പ്രബോധനം ലഭിക്കാതിരുന്ന മലബാർ ക്രിസ്ത്യാനികൾ വസ്തുതാപരമായി നെസ്തോറിയൻ പാഷണ്ഡതയിൽ ഉൾപ്പെട്ടിരുന്നില്ല. അതായത് ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഇവർ റോമൻ പ്രാഥമികത്വം അംഗീകരിച്ചിരുന്നു. എന്നിരുന്നാലും പൗരസ്ത്യ സുറിയാനി സഭകളും അതുവഴി ഇന്ത്യയിലെ ക്രൈസ്തവരെ ഭരിച്ചിരുന്ന മെസോപ്പൊട്ടോമിയൻ മെത്രാന്മാരും നെസ്തോറിയൻ വിശ്വാസ സംഹിത അംഗീകരിച്ചിരുന്നു എന്ന കാര്യം അവിതർക്കിതമാണ്. ബാബിലോണിയൻ സഭ നെസ്തോറിയൻ പാഷണ്ഡതയുടെ നിഴലിലായിരുന്നതിനാൽ ആ സഭയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാൻ കേരള ക്രൈസ്തവർക്ക് കാരണമാകുമെന്ന് മിഷണറിമാർ ന്യായമായും ചിന്തിച്ചിരിക്കണം. അതുകൊണ്ട് കേരള സഭയ്ക്ക്
പൗരസഭയുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും സുനകദോസ് വിച്ഛേദിച്ചു എന്ന് മാത്രമല്ല, കേരള ക്രൈസ്തവരെ കൊണ്ട് മാർപ്പാപ്പായുടെ പരമാധികാരം അംഗീകരിപ്പിക്കുകയും ചെയ്തു. പൗരസ്ത്യ സഭകളുമായുള്ള ബന്ധം മൂലം ആരാധനക്രമത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും കുർബാന പുസ്തകത്തിലും മറ്റും വൈകല്യങ്ങൾ കടന്നുകൂടിയിരിക്കുവാൻ സാധ്യതയുള്ളതിനാൽ വിശ്വാസപരമായി അന്യോന്യമെന്ന് മിഷണറിമാർക്ക് ബോധ്യമുള്ള പാശ്ചാത്യ രീതിയിലേക്ക് കേരള ക്രൈസ്തവരുടെ ആരാധനക്രമം മാറ്റി പുതിയ ആരാധനക്രമം രൂപപ്പെടുത്തുകയും പ്രാർത്ഥനകൾ പരിഷ്കരിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനക്രമത്തിന്റെ ഉള്ളടക്കത്തിലും ഘടനയിലും അവതരണത്തിലും നിരവധി തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്ര പഠന വെളിച്ചത്തിൽ ഉദയംപേരൂർ സുന്നകദോസ് വരുത്തുകയുണ്ടായി. ക്രിസ്തുശാസ്ത്ര സംബന്ധമായ ശീർഷകങ്ങളും വിശേഷങ്ങളും മാറ്റപ്പെട്ട പുതിയ കുർബാന പുസ്തകത്തിൽ കാണാവുന്നതാണ്. 8 സ്ഥലങ്ങളിൽ ക്രിസ്തു എന്ന ലളിത ശീർഷകവും 2 തവണ യേശു എന്ന ശീർഷകവും വിശേഷണങ്ങളോടുകൂടെ കർത്താവായ യേശു, ദൈവവും കർത്താവുമായ യേശു, കർത്താവും ക്രിസ്തുവുമായ യേശു എന്നിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവശാസ്ത്രപരമായ ആഴം നൽകിക്കൊണ്ട് യേശു എന്ന ചരിത്ര നാമവും പരമോന്നത മെസ്സിയാനിക് നാമമായ ക്രിസ്തുവും ചേർത്ത് യേശു ക്രിസ്തു എന്ന ദൗത്യവും വ്യക്തിത്വവും പൂർണ്ണമായി വ്യക്തമാക്കുന്ന ശീർഷകത്തിലേക്ക് ക്രിസ്തുശാസ്ത്ര പഠനം വളർന്നത് ഉദയംപേരൂർ സുന്നകദോസിന്റെ ഭാവാത്മകമായ ദൈവശാസ്ത്ര വളർച്ചയാണ്. പുത്രന്റെ സ്ത്രീഹന്മാരും ഏകജാതന്റെ സുഹൃത്തുക്കളുമേ, പ്രപഞ്ചത്തിന്റെ ഐക്യത്തിനും ശാന്തിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്നതിലെ പുത്രൻ എന്ന ലളിത ശീർഷകം ദൈവപുത്രന്റെ എന്ന വിശേഷണത്തോടെ മാറ്റി എഴുതി. വിശുദ്ധ ബൈബിളിലെ 2 കൊരിന്ത്യർ 5:1-10, എബ്രായർ 4:12-13 വാക്യങ്ങൾ, യോഹന്നാൻ 5:19-29 വരെ വാക്യങ്ങളിൽ പരാമർശമുള്ള സമയം സമാഗതമാകുമ്പോൾ കബറിൽ നിദ്രയടഞ്ഞവർ അവന്റെ സ്വരം കേൾക്കും എന്നതിലെ അവന്റെ സ്വരം എന്നത് ദൈവപുത്രന്റെ സ്വരം എന്ന് പരിഷ്കരിച്ചു. മനുഷ്യപുത്രൻ എന്ന വിശേഷണം വിശുദ്ധ കുർബാനയുടെ ആശീർവാദ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിരവധി തവണ ഉപയോഗിക്കുന്നുണ്ട്. സ്വർഗസ്ഥ പിതാവായ ദൈവം മനുഷ്യപുത്രൻ വഴി എല്ലാ സ്വർഗീയ നന്മകളും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. അതുവഴി നിത്യ ആനന്ദത്തിനും തന്റെ രാജ്യത്തിലേക്കും അവൻ നമ്മെ ക്ഷണിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ വിവിധ അർത്ഥതലങ്ങളും മനുഷ്യാവതാരത്തിന്റെ അർത്ഥസമ്പന്നതയും മനുഷ്യപുത്രൻ എന്ന ശീർഷകത്തിലൂടെ വ്യക്തമാകുന്നു. മനുഷ്യപുത്രൻ എന്ന മെസ്സിയാനിക് ശീർഷകം പുതിയ നിയമത്തിൽ 80-ലധികം പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യവും അസ്തിത്വവും സംക്ഷിപ്തമായി ഈ ശീർഷകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് വന്നവനും സാക്ഷാൽ ദൈവവുമാണ് യേശുക്രിസ്തു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ബഹുമാനത്തിനും മഹത്വത്തിനും വേണ്ടി നിരവധി ത്രിത്വസ്തുതികൾ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തി എന്ന നിലയിൽ ഈ ത്രിത്വ സ്തുതികൾ വഴി പിതാവിനോടും പുത്രനോടും ഒപ്പം പുത്രനെ വിളിച്ചപേക്ഷിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ 35 പ്രാവശ്യം ത്രിത്വസ്തുതി ഉപയോഗിക്കുന്നതിലൂടെ പുത്രൻ തമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസിയുടെ ആത്മീയ അനുഭവങ്ങളും പുത്രനെ കുറിച്ചുള്ള ദൈവിക ബോധ്യങ്ങളും പ്രകാശിതമാകുന്നു. ദൈവപുത്രനും ദൈവത്തോട് സമനായിരിക്കുന്നവനുമായ പുത്രൻ പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു. സത്യവാനും സമ്പൂർണനുമായ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും അതോടൊപ്പം യുഗങ്ങൾക്ക് മുമ്പേയുള്ള അസ്തിത്വവും വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നു. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനാണ് ക്രിസ്തുവെന്ന് ആവർത്തിച്ചുള്ള ക്രിസ്തു സ്തുതി പ്രാർത്ഥനകളിലൂടെ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് പുത്രനായ ദൈവമെന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും
സത്തയുടെ മുദ്രയുമാണ് എന്ന് എബ്രായക്കാർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച ദൈവപുത്രനാണ് യേശു ക്രിസ്തുവെന്ന് വിശുദ്ധ ലിഖിതങ്ങളോടൊപ്പം തന്നെ എല്ലാ പുരാതന വിശ്വാസ പ്രഖ്യാപനങ്ങളും ആരാധനാ സ്തുതിപ്പുകളും സാക്ഷ്യപ്പെടുത്തുന്നു. സത്യദൈവവും സത്യമനുഷ്യനുമായ യേശു ക്രിസ്തു കർത്താവും രാജാവും അതോടൊപ്പം ജീവദായകനായ ദൈവവുമാണെന്ന് മാർത്തോമൻ വിശ്വാസ കൂട്ടായ്മ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു. പുതിയ നിയമത്തിൽ ഉടനീളം യേശു ക്രിസ്തുവിനെ യഥാർത്ഥ മനുഷ്യനായി അവതരിപ്പിക്കുന്നു. തിരുവചനത്തെ അധികരിച്ച് സത്യ മനുഷ്യനും പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തുവിനെ സുനകദോസ വിശേഷിപ്പിക്കുന്നു. കാലാതീതമായ വചനം, ഇറ്റേണൽ ലോഗോസ്, പിതാവിനോട് സമനായവൻ, കാലത്തിന്റെ തികവിൽ കന്യകയിൽ നിന്ന് ജനിച്ച് സത്യമനുഷ്യനായി തീർന്നു. മനുഷ്യത്വത്തിന്റെ എല്ലാ സവിശേഷതകളോടും കൂടി ജീവിച്ച പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ അവിടുന്ന് മനുഷ്യരോടൊപ്പം കൂടാരമടിച്ചു. ശൂന്യവൽക്കരണത്തിന് തികവായി അനുസരണത്തിലും ദാരിദ്ര്യത്തിലും കർത്താവ് നമ്മോടൊപ്പം ജീവിച്ചു. മനുഷ്യത്വത്തിന്റെ മാംസം ധരിച്ച കർത്താവ് സ്വർഗം ചായിച്ച് മനുഷ്യത്വത്തിന്റെ നിസ്സഹായതയെ ദൈവീകമാക്കി. ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും യേശു ക്രിസ്തു സമ്പൂർണനായിരുന്നു. നമ്മെ ദൈവികരാക്കുവാൻ വേണ്ടി മനുഷ്യത്വത്തെ ധരിച്ചവനാണ് ക്രിസ്തു. നസറേയനായ യേശു കാൽവരി കുരിശിൽ മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവാണ്. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് രക്ഷയുടെ നിർണായകമായ ചരിത്ര യാഥാർത്ഥ്യവും കർത്താവിന്റെ ദൈവത്വത്തിന്റെ ഉറപ്പുള്ള സാക്ഷ്യവും തെളിവുമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ്, സർവചരാചരങ്ങളുടെയും അതിനാഥനുമത്രേ. യേശു ഒരേ സമയം ക്രിസ്തുവും അതോടൊപ്പം കർത്താവുമത്രേ. സർവാധിപതിയായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കാരണം അങ്ങ് മൃതമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും കൃപയോടെ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകും. യേശുവിന്റെ കർത്തൃത്വം വിശുദ്ധ കുർബാനയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഉദ്ഘോഷിക്കുന്നു. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് തോമസ് ലീഗ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞതിനെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്ന് നിരവധി തവണ വിശുദ്ധ കുർബാനയിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ എന്നതും കർത്താവേ എന്നതും ഒരേ അർത്ഥവ്യാപ്തിയിൽ വിശുദ്ധ കുർബാനയിൽ മാറി മാറി ഉപയോഗിക്കുന്നു. യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സന്നിഹിതമാണ്. ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ചേർന്ന ഏക വ്യക്തിയായി യേശു ക്രിസ്തുവിനെ ഉദയംപേരൂസ് നിർവഹിക്കുന്നു. ക്ലാസിക് ക്രിസ്റ്റോളജി വിഭാഗത്തിൽപ്പെട്ട ശീർഷകങ്ങളും വിശേഷങ്ങളും ഉപയോഗിച്ച് മാർത്തോമൻ പാരമ്പര്യം യേശു ക്രിസ്തുവിനെ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള ആരാധനകളിൽ പ്രഘോഷിച്ചു. യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന എല്ലാ ക്രിസ്തുശാസ്ത്ര സംജ്ഞകളും അതിന്റെ വിശാലതയിലും സവിശേഷതകളിലും ഉദയംപേരൂസ് സ്ഥിരീകരിച്ചു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്ന വിശ്വാസത്തിൽ സഭകളെല്ലാം ഉറച്ചു നിന്നെങ്കിലും ദൈവിക മാനുഷിക സ്വഭാവങ്ങൾ എപ്രകാരം ക്രിസ്തുവിൽ സംയോജിച്ചിരുന്നു എന്നതിനെ കുറിച്ച് സഭകൾക്കിടയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടായി. യേശുവിൽ ഒരേ ആളത്വമേ ഉണ്ടായിരുന്നുവെങ്കിലും 2 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൽക്കദോന്യ സുനകദോസ് പഠിപ്പിച്ചു. യേശുവിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും അന്യോന്യം ഇടകലരാതെ വർദ്ധിച്ചിരുന്നുവെന്നും ഈ സുനകദോസ് വിശദീകരിച്ചു. അപ്പസ്തോലിക സഭകൾ ഉപയോഗിക്കുന്ന നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പായി പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിതാവായ ദൈവം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണെന്നും പുത്രനായ ദൈവം രക്ഷിക്കുന്നവനാണെന്നും
പരിശുദ്ധാത്മാവായ ദൈവം എല്ലാം പൗത്രീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്നുള്ളതാണ് വിവിധ സഭകൾ അംഗീകരിക്കുന്ന പൊതുവായ ദൈവശാസ്ത്ര സമീപനം. ഒരു സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ പരിവർത്തനത്തിനും നവീകരണത്തിനും സമചിത്തതയോടെയും കൂടിയ ആലോചനകളിലൂടെയും സംവാദത്തിലൂടെയും സമൂഹത്തിന്റെ ഉപരി നന്മയ്ക്ക് ഉചിതമായ തീരുമാനമെടുക്കുവാൻ പൊതുസമൂഹത്തിന് സാധിക്കുമെന്നുള്ള പാഠമാണ് ഉദയംപേരൂർ സുന്നകദോസ് നൽകുന്നത്. ഈ സുന്നകദോസിലൂടെ നൽകപ്പെട്ട മാനവികതയുടെ പുത്തൻ പാഠങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ നിർണായകമായ സ്വാധീനം നൽകിക്കൊണ്ട് കേരള നവോത്ഥാനത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകുകയുണ്ടായി.